ഹായ് ഫ്രണ്ട്സ്, ജിപ്സം ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സീലിംഗ് ചെയ്യുകയാണെങ്കിൽ കാശ് എങ്ങനെ ലാഭിക്കാമെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. തുടക്കം തന്നെ പറയാം, നമുക്ക് ഡിസൈൻ മാത്രം നിങ്ങൾ ജിപ്സം ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സീലിംഗ് ചെയ്താൽ മതിയാവും. അത് തന്നെയാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഡിസൈൻ മാത്രമാണ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സീലിംഗ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മേളിൽ പ്ലെയിൻ ഒഴിവാക്കിയിട്ടുണ്ട്. പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു 150 സ്ക്വയർ ഫീറ്റ് റൂം ഏരിയ ഉണ്ടെങ്കിൽ 150 സ്ക്വയർ ഫീറ്റ് ആദ്യം പ്ലെയിൻ അടിക്കും. പ്ലെയിൻ അടിച്ച് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് പ്ലെയിൻ അടിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഡിസൈൻ അതിന് താഴെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡബിളായിട്ട് കാശ് ചിലവാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഡിസൈൻ മാത്രം ചെയ്താൽ മതിയാവും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡയമണ്ടും അതുപോലെ ത്രികോണാകൃതിയിലാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലിവിംഗ് ഏരിയയാണ്, ഇതൊരു ലിവിംഗ് സ്പോട്ടാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ രീതി ഇങ്ങനെയാണ്. നമുക്കിവിടെ സെന്ററിൽ ബീം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലെയിൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എയർ ഹോള് കവറായി വരും. അപ്പോൾ എയർ ഹോള് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എയർ ഹോള് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ കാശും ലാഭിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ എയർ ഹോള് നമുക്കറിയാമല്ലോ, എല്ലാ വീടുകൾക്കും നമുക്ക് എയർ ഹോൾ അത്യാവശ്യമാണ്. അതുപോലെ എയർ ഹോൾ ഒഴിവാക്കിയിട്ട് പ്ലെയിൻ അടിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ചൂടായിരിക്കും. ഒന്നുകിൽ AC വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എക്സോസ് ഫാനൊക്കെ കൊടുക്കേണ്ടി വരും. സോ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രെയർ ഏരിയയാണ്. ഇവിടെയും നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഡിസൈൻ മാത്രമാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ത്രികോണാകൃതി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഓരോ പീസിലും ഓരോ ത്രികോണാകൃതിയിലും നമ്മളൊരു ഓരോ പഞ്ചിങ് ലാബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് വാം ലൈറ്റ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ എന്നുള്ളൊരു ലൈറ്റാണ്. ഗോൾഡൻ യെല്ലോ ആകുമ്പോഴത്തേക്ക് ഒരു യെല്ലോ കളറായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഗോൾഡൻ യെല്ലോ ചോദിച്ചു മേടിക്കുക. ഡ്രൈവർ ഇല്ലാത്ത ഒരു ഐറ്റമാണിത്. ഡയറക്റ്റ് നമുക്ക് AC-യിലോട്ട് തന്നെ കൊടുക്കാം. ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുന്ന ഒരു സ്ട്രിപ്പ് ലൈറ്റാണിത്. നമുക്ക് പ്രൈസിലോട്ട് പോവാം. നമുക്കിവിടെ ബോർഡിനാണ് കാശ് കൊടുക്കേണ്ടി വന്നത്. എത്ര ബോർഡാണോ ചിലവാകുന്നത് അതനുസരിച്ചായിരുന്നു വർക്കേഴ്സ് കാശ് മേടിച്ചിരുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിന് തന്നെ 60 രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത്. ഒരു ബോർഡിന് ഏകദേശം 6x4 സൈസായിരുന്നു. 24 സ്ക്വയർ ഫീറ്റാണ് ഒരു ബോർഡിന്റെ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രിപ്പ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മീറ്ററിന് 70 രൂപയാണ് എനിക്ക് ചിലവായത്. പിന്നെ അതുപോലെ പഞ്ചിങ് ലാബ് 120 രൂപയായിരുന്നു. ഇത്രയും എമൗണ്ടാണ് എനിക്ക് ചിലവായത്. ഈ ഏരിയ ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റാണ് വന്നത്. 1, 2 ഈ ലിവിംഗ് ഏരിയയിൽ 2 ഏരിയ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പ്രെയർ ഏരിയയിൽ ഇത് ഇത്രയും ചേർത്ത് ഏകദേശം 500ഓളം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.